എന്റെ വിദ്യാഭാരതിയുടെ മോളല്ലേ നന്ദന. സംഗതി പ്രശ്നമായി. ചെക്കന്റെ 2 കരണവും ഞാൻ അടിച്ചാ പകച്ചു. അവന്റെ കണ്ണീന്നേ 916 പൊന്നീച്ചിയാ പറന്നു പോയത്. എന്റെ ഹരിയേട്ടനെ തല്ലരുതേ എന്നും പറഞ്ഞ് ഇടയ്ക്ക് ചാടി വീണ നന്ദനയ്ക്കും കിട്ടി 2 എണ്ണം. എന്നോടതിന്റെ പക തീർക്കാൻ അവളുണ്ടാക്കിയ വ്യാജ വാർത്തയാണ് ഈ കൊലപാതക ശ്രമം. ഇതുവരെ ഉദയനോട് വെളിപ്പെടുത്താത്ത ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ ഈയിടെ നന്ദനയുടെ ജന്മനാട്ടിലൊന്ന് പോയിരുന്നു. അവള് വളർന്ന വീട്ടിലും മറ്റും ചുമ്മാ ഒന്ന് കറങ്ങി. നാണം കെട്ടുപോയി ഉദയാ, ഞാൻ നാണം കെട്ടുപോയി. ഓരോ ഗ്രാമവാസിക്കും നന്ദനെ കുറിച്ച് ഓരോ കഥ പറയാനുണ്ട്. നല്ല കഥയല്ല. ആരാണ് അവളെ കെട്ടിയതെന്ന് വളരെ സഹതാപത്തോടെയാ നാട്ടുകാരെന്നോട് ചോദിച്ചത്. നന്ദനയുടെ ഫ്ലാഷ് ബാക്ക് അന്വേഷിച്ച് പ്രതാപേട്ടൻ പോകാൻ കാരണം? ഞാൻ അവിടെ ഒരു കല്യാണത്തിൽ സംബന്ധിക്കാൻ പോയതാ. യാദൃശ്ചികമായിട്ട് അവളെ കുറിച്ചൊന്നും തിരക്കീനേ ഉള്ളൂ. ഭൂതകാലത്തെ പറ്റി മാത്രമല്ല, നന്ദനയുടെ വർത്തമാനകാലത്തെ പറ്റിയും ആ നാട്ടിലെ പാണന്മാര് ചിലത് പാടി നടക്കുന്നുണ്ട്. അവർക്കറിയാലോ നമ്മുടെ ഹരിപ്രസാദിനെ. എന്റെ ബലമായ സംശയം ആ നാറ്റക്കഥകളിൽ ചിലത് നിന്റെ അമ്മയുടെ കാതിലും എത്തിയിട്ടുണ്ടെന്ന. അമ്മായി മനസ്സ് നൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കാരണം ഒരുപക്ഷെ അതാവാം. അഭിമാനം കട്ടപ്പുകയാവുന്ന സംഭവല്ലേ. പ്രതാപേട്ടനോട് അമ്മ അങ്ങനെ പറഞ്ഞു? ഡയറക്റ്റായി ഒന്നും പറഞ്ഞില്ല. ഒരമ്മയ്ക്ക് മകന്റെ ഭാര്യയെ പറ്റി പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ? അമ്മായിക്ക് എന്നോട് പോലും പറയാൻ നാക്ക് പൊങ്ങും. ആ പാവം വല്ലാത്ത പ്രതിസന്ധിയിലല്ലേ ചെന്നുപെട്ടിരിക്കുന്നത്. ആ ഡിലമേരെ മുമ്പിൽ ചെന്നപ്പോ അമ്മായിക്ക് തോന്നിക്കാണുന്നു 3 മാസത്തെ കാലാവധിയുടെ കാര്യം. നിങ്ങൾക്കാണെങ്കിൽ യാതൊരുവിധ ചലനവുമില്ല. അപ്പമ്മായി മൂത്ത സഹോദരനായ എന്റെ അച്ഛനോട് വന്ന് പ്രശ്നം അവതരിപ്പിച്ചു. കേട്ടുനിന്ന് ഞാൻ പുറപ്പെട്ടു. ഇതാണ് ഇന്നിവിടെ സംഭവിച്ചത്. മകനെ ഇപ്പോഴും വാത്സല്യത്തോടെ കാണുന്ന അമ്മയെയാണോ വേണ്ടത്? ഭർത്താവിനെ ശ്രദ്ധിക്കാത്ത ഭാര്യയെയാണോ വേണ്ടത്? അത് ഉദയം തീരുമാനിക്കേണ്ട കാര്യമാണ്. You are the man to decide. ഞാൻ നന്ദനയെ ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്, അല്ലേ? അമ്മയ്ക്ക് ഓക്കെ അല്ലാത്തതൊന്നും എനിക്ക് വേണ്ട. പക്ഷേ എന്തോ ഒരു പക്ഷേ എൻ്റെ ഭാര്യ എന്ന പദവിയിൽ നിന്ന് മാറിയാൽ അതിനുശേഷമുള്ള നന്ദനയുടെ ഫ്യൂച്ചർ അതെങ്ങനെയാവും? അക്കാര്യത്തിൽ ഉദയൻ ടെൻഷൻ അടിക്കണ്ട. ഡിവോഴ്സ് ആവുന്ന ദിവസം അവളെ വിദ്യാഭാരതി എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. അതിന് പ്രതാപേട്ടൻ സമ്മതിക്കോ? വിദ്യാഭാരതിക്ക് വേണ്ടി ഞാനത് സമ്മതിക്കും. വിദ്യയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു പ്രതാപവർമ്മയാണ് ഞാൻ. അവളുടെ മോളല്ലേ നന്ദന, കൂടെ നിർത്തിക്കോട്ടെ. അതൊരു നല്ല സന്മനസ്സാണ്. ഞാനുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയാൽ പിന്നെ നന്ദന സ്വതന്ത്ര വ്യക്തിയാ. അയാൾക്ക് എന്തൊക്കെയോ സ്വത്തുക്കളുള്ളത് സൗകര്യം പോലെ കൈകാര്യം ചെയ്യാം. തുടർന്നുള്ള ജീവിതം വിദ്യേച്ചിയുടെ കൂടെയാവുമ്പോൾ ആ സ്വത്തുക്കൾ സ്വാഭാവികമായും വിദ്യേച്ചിയുടെ പേരിലേക്ക് വന്നു ചേരും. നന്ദനയ്ക്ക് രക്തബന്ധമുള്ള ആള് അമ്മയായ വിദ്യേച്ചി മാത്രമാണല്ലോ. ഇതൊന്നും എന്റെ ടാർഗറ്റ് അല്ല കേട്ടോ. സ്വത്തെ ആർക്ക് വേണം? ഒരു മനുഷ്യത്വം, അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ എനിക്കറിയാം, പറഞ്ഞെന്നേ ഉള്ളൂ. രണ്ടുപേരും ആഗ്രഹിക്കാതെ നടന്നൊരു കല്യാണമാണ് ഞങ്ങളുടേത്. ഇത്രയും നാളായി. വേർപിരിയാനായാലും ഒരുമിച്ച് തുടരാനായാലും രണ്ടുപേരുടെയും സമ്മതപ്രകാരമായിരിക്കണം.
അതുകൊണ്ട് നന്ദനയുടെ അഭിപ്രായം കൂടി അറിയട്ടെ. അപ്പൊ അമ്മായി? അത് അമ്മ തീരുമാനിക്കും. ഫോട്ടോ കണ്ടിട്ട് എങ്ങനെയുണ്ട് പ്രഭാകര? തരക്കേടില്ല. അച്ചുവേട്ടൻ നോക്കിയേ. ആഹാ. ഞാനും നോക്കട്ടെ. ഇങ്ങ് തന്നെ. ഓ, ഇതിലൊന്നും കാണുന്നില്ലല്ലോ. ഫോണിലൊരു ഫോട്ടോ നോക്കാൻ പോലും അറിയില്ല. കഴുത. ഓ പിന്നെ എനിക്കതായിരുന്നല്ലോ പണി. ദാ, നോക്ക്. ഇതാണോ തരക്കേടില്ലെന്ന് പറഞ്ഞത്? എന്താ രേണുയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഈ കുട്ടി എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുക? നല്ല ഐശ്വര്യം. എന്തോന്നാ അതിന്റെ പേര് പറഞ്ഞത്? ശ്രുതി അല്ലേടി? ശ്രുതിയും ഹരിയും കൊള്ളാം. നല്ല ചേർച്ചയുണ്ട്. അല്ല, പേരിന്റെ ചേർച്ച മാത്രം നോക്കിക്കൊണ്ടിരുന്നാ പോരല്ലോ. ബാക്കി കാര്യങ്ങൾ എങ്ങനാ? ചെറുക്കൻ പെണ്ണിനെ കാണണം, അവർ തമ്മിൽ ഇഷ്ടപ്പെടണം, പിന്നെല്ലാം തീരുമാനിക്കുന്നത് വീട്ടുകാരാ. അല്ല, ഈ കേസ് പ്രത്യേകിച്ച് ഒരു പെണ്ണ് കാണാനിന്റെ ആവശ്യമുണ്ടോ? അവരെന്നും കാണുന്നവരല്ലേ? ആ, എന്നാ പിന്നെ ഒരു ദിവസം രാവിലെ കാപ്പി കൂടിയും കഴിഞ്ഞ് ഹരിയ പെൺകുട്ടിയുടെ കഴുത്തി താലി കെട്ടും. കീഴ്വഴക്കങ്ങൾ നോക്കണ്ടേ അച്ചുവേട്ടാ? ഞാൻ ഒരു ബുദ്ധി കാണിച്ചിട്ടുണ്ട്. അയ്യോ, അതെന്തോന്നാ? സതിയമ്മയ്ക്ക് നമ്മുടെ നാട് കാണണമെന്നൊരാഗ്രഹം പറഞ്ഞിരുന്നു. എങ്കിൽ ഈ ഞായറാഴ്ച ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞു. മോളെയും കൊണ്ടുവരും. അല്ല, ഈ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ മറ്റന്നാളാ. നാളെ 2ാം ശനിയാഴ്ച ഹരി വരുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? വരും. നാളെ അവനും വരും, മറ്റന്നാള് ശ്രുതി അമ്മയും വരും. ഇവിടെ വെച്ച് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. അതൊരു ഐഡിയ. പ്രഭാരോ, കൊള്ളാവല്ലോ ഇയാളുടെ ഭാര്യ. ഈ വിവരം നീ ഹരിയോട് പറഞ്ഞിട്ടുണ്ടോ രേണുകെ? ഇല്ല, അവൻ ഇങ്ങോട്ട് വന്നിട്ട് പറയാന്ന് വിചാരിച്ചു. വരുമ്പോഴും പറയണ്ട. എനിക്ക് നിന്റെ മോൻ അത്ര വിശ്വാസമൊന്നുമില്ല. ഞായറാഴ്ച അവർ ഇവിടെ വരുമ്പോ ഹരി അറിഞ്ഞാൽ മതി ഇങ്ങനൊരു പരിപാടിയെ പറ്റി. അത് ശരിയാ പ്രഭാരം പറഞ്ഞത്. അല്ലെങ്കിൽ ചിലപ്പോ അവൻ മുങ്ങിക്കളയും. ശ്രുതിയെ അവന് ഇഷ്ടപ്പെടാതിരിക്കില്ല. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആലോചന ഉണ്ടെന്നുള്ള വിവരം സതിയമ്മോട് പറഞ്ഞിട്ടുണ്ടോ? ഇവർ തമ്മിൽ എന്തോ ധാരണ ഉണ്ടായിട്ടുണ്ട് അച്ചുതേട്ടാ. അങ്ങനൊന്നുമില്ല. നേരിട്ട് പറഞ്ഞില്ലെങ്കിലും സതിയമ്മ ഒരു സൂചന തന്നു. ആ, എന്തെങ്കിലും ആവട്ടെ. ഹരിക്ക് ആ കുട്ടിയെ ഒന്ന് ഇഷ്ടപ്പെട്ടാ മതിയായിരുന്നു. ആ, ഇഷ്ടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അവൻ കല്യാണത്തിന് സമ്മതിക്കണ്ടേ? കാരണം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. അത് ഓർക്കുമ്പോഴാണ് എനിക്കൊരു ടെൻഷൻ. ഹരി ഇതുവരെ വന്നില്ലല്ലോ ചേട്ടാ. നേരെ സന്ധ്യ ആവാറായി. അത് പറയാനാ രേണുക ഞാൻ ഇങ്ങോട്ട് വന്നത്. ഉച്ച മുതൽ വഴുക്കണ്ണുമായിട്ട് ഞാൻ വരാന്തയിലിരിക്കുക. ഒന്ന് വിളിച്ചു നോക്കിയാലോ? രാവിലെ അവൻ തന്നെയല്ലേ ഇങ്ങോട്ട് വിളിച്ചപ്പോ ഇറങ്ങാന്ന് പറഞ്ഞത്. ഞാൻ ഇപ്പോഴും ട്രൈ ചെയ്തു, കോളൊന്നും പോകുന്നില്ല. ദൈവമേ, ഇവനിതെന്തു പറ്റി? ആ, ഹരിയായിരിക്കും. പ്രഭാരോ, രേണുകേ, രണ്ടുപേരും കൂടെ അടുക്കള നാളത്തേക്കുള്ള ഒരുക്കങ്ങളായിരിക്കും. ഡേ, ഊണ് ഒന്നാന്തരമായിരിക്കണം രേണുകേ. നമ്മള് തൃശ്ശൂര് ചെന്നപ്പോഴേ സതിയമ്മ നല്ല ഫസ്റ്റ് ക്ലാസ് ചാപ്പാടാ തന്നത്. പിന്നെ അവൻ വന്നിട്ട് എവിടെ? അവൻ ഇതുവരെ ഇങ്ങ് വന്നില്ലല്ലോ അച്ചോട്ടാ. അവനിതെന്ത് പറ്റി? അത് തന്നെ പറയുകയായിരുന്നു ഞങ്ങളും. രാവിലെ പുറപ്പെടുമെന്ന് പറഞ്ഞതാ. തൃശ്ശൂരിൽ നിന്ന് ഇവിടം വരെ വരാനുള്ള സമയം എപ്പോഴേ കഴിഞ്ഞു. വിളിച്ചിട്ടൊട്ട് കിട്ടുന്നുമില്ല. ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നാ പറയുന്നത്. അങ്ങനെയൊക്കെ പറയാനുള്ള കിടിപിടി ഇപ്പൊ ഫോണിലുണ്ട് പ്രഭാകര. എനിക്ക് തോന്നുന്നതേ ഹരി തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടത് ഇങ്ങോട്ടായിരിക്കില്ലെന്നാ. പിന്നെ അവൻ എങ്ങോട്ട് പോവാനാ? നാളെ ഇവിടെ നിൽക്കാതെ എങ്ങോട്ടെങ്കിലും മുങ്ങാനുള്ള പരിപാടിയാ. നമ്മുടെ മനപ്ലാൻ ചെറുക്കൻ എങ്ങനെയോ മണത്തറിഞ്ഞിട്ടുണ്ട്. നീ ഇതിനിടയ്ക്ക് അവനെ വിളിച്ച് എന്തെങ്കിലും പറഞ്ഞു രേണുകേ? ഇല്ല, ഞാൻ എന്താ അത്ര മണ്ടിയാണോ? സതിയമ്മയെ കണ്ടിട്ട് ആളൊരു ശുദ്ധഗതിക്കാരിയാണെന്ന് തോന്നുന്നില്ലേ? ഒന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്ന പ്രകൃതിക്കാരിയല്ല. ആ, ഉള്ള കാര്യം പുള്ളിക്കാരത്തി തുറന്നു പറഞ്ഞു കാണും. സതിയമ്മ പറയില്ല.
അവരെ ഇവിടെ കാണുമ്പോ ഹരി ഒന്ന് ഞെട്ടണമെന്ന് സതിയമ്മ ഇങ്ങോട്ട് പറഞ്ഞത്. എങ്കിൽ പിന്നെ അവരുടെ മോൻ പറഞ്ഞു കാണും. ആ ഹരിയും സജീവും വലിയ കമ്പനിയല്ലേ? പറഞ്ഞതാരാണെങ്കിലും ഹരിക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അവൻ മാറിയതാ. നാളെ അവര് വരുമ്പോ ഹരി ഇല്ലെങ്കിൽ ആകെ നാണക്കേടാവൂല്ലോ. നാണക്കേട് മാത്രമല്ല, നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കാതെ പോവില്ലേ? അങ്ങനെ വല്ല സംഭവിച്ച രേണുകേ, നിന്റെ മോനെ ഞാൻ വെറുതെ വിടില്ല. രണ്ടിലൊന്ന് തീരുമാനിക്കും ഞാൻ. പിന്നെ അവൻ അച്ഛനൊന്നും വിളിച്ചേക്കരുത്. പിന്നെ നീ മധ്യസ്ഥം കൊണ്ട് ഇങ്ങോട്ട് വരെയും ചെയ്യരുത്. എന്നോട് തുള്ളിയ ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ തമ്മിൽ ഗുസ്തി പിടിച്ചിട്ട് കാര്യമില്ല. നാളെ വരെ സമയമുണ്ടല്ലോ. ഹരി രാജ്യം വിട്ടു പോകുമൊന്നുമില്ല. ഇതാണ് പരിപാടിയെങ്കിൽ അതും ആലോചിക്കേണ്ടി വരും. എന്താലോചിക്കുന്ന? നിന്റെ മോനെ രാജ്യത്തിന് പുറത്തേക്ക് വിടുന്ന കാര്യം. 5 വർഷത്തെ ലീവ് എടുപ്പിച്ച് അവനെ ഗൾഫിലേക്ക് എങ്ങാനും വിടും. അല്ലാതെ ശരിയാവത്തൊന്നുമില്ല. പനക്കര സുമിത്രയുടെ മോള് അവന്റെ പിന്നാലെ ഗൾഫിലൊന്നും ചെല്ലില്ലല്ലോ. ആ പെണ്ണിന്റെ സ്വഭാവത്തിന് അവള് പേർഷ്യയിലെന്നല്ല, വേണമെങ്കിൽ ചൊവ്വായിലും ചെല്ലും. അപ്പൊ അവന്റെ ജോലിയുടെ കാര്യോ? ടെസ്റ്റ് എഴുതി കിട്ടിയതല്ലേ? അതിലും വലിയ ടെസ്റ്റ് ഇപ്പൊ അവനിപ്പോ നമ്മളെ കൊണ്ട് എഴുതിച്ചോണ്ടിരിക്കുകയല്ലേ. നിങ്ങളൊന്ന് സമാധാനിക്കേ. ഹരി വരുമോ ഇല്ലോ എന്ന് അറിയട്ടെ. എവിടെ? എനിക്കൊരു പ്രതീക്ഷയില്ല. ശരി അച്ചു. ഓക്കെ ഏട്ടാ, കാണാം. പ്രഭാകരോ, ഇങ്ങോട്ടൊന്ന് വന്നേ. ആ രേണുകയെ കൂടെ വിളിച്ചോ. ആ വാ, കേറി വാ. ഇത്ര നേരത്തെ ഇങ്ങ് വന്നു? ഇതെന്തൊരു മെനയാ. ഇത്ര നേരം ഹരിയെ കാണുന്നില്ലല്ലോ എന്നാ. അവൻ വന്നപ്പം നീ എന്തിനാ നേരത്തെ വന്നു? രാവിലെ തിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇത്രയും താമസിച്ചെന്താ മോനെ? ബസ് കിട്ടാൻ ലേറ്റായി, പിന്നെ വഴി നീളെ ബ്ലോക്കും. എനിക്ക് അപ്പോഴേ തോന്നി റോഡ് ബ്ലോക്ക് ആയിരിക്കുന്നു. ആകെ 2 ദിവസത്തെ അവധിക്ക് വന്നതാ. അതിലൊരു ദിവസം ഇങ്ങനെ അങ്ങ് പോയി. അതുകൊണ്ട് നാളെ ഫുൾ ടൈം ഹരി ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. പുറത്തേക്ക് അങ്ങ് ഇറങ്ങിക്കരുത്. പക്ഷേ നാളെ രാവിലെ എനിക്കൊരിടം വരെ പോണല്ലോ അച്ഛാ. കഴിഞ്ഞ തവണ വന്നപ്പോഴും പോകാൻ പറ്റിയില്ല. എവിടെ പോകുന്ന കാര്യാടാ? അമ്പലത്തില്. കഴിഞ്ഞ മാസം ആദ്യം എപ്പോഴും പോയി തൊഴുതതാ. ഞാനങ്ങ് പേടിച്ചു പോയി. ഞാൻ അമ്പലത്തിൽ പോകുന്ന കാര്യം പറഞ്ഞതിന് അമ്മ എന്തിനാ പേടിക്കുന്നത്? ഒന്നുമില്ല, നീ ബാഗ് കൊണ്ടകത്ത് വെച്ചിട്ട് കുളിച്ചിട്ട് വാ. രേണുക പോയി ചായ എടുക്കേ. പഠിക്കെ കൊണ്ടിട്ട് കൊട ഉടക്കല്ലേ രേണുകേ. ഞാൻ വിചാരിച്ച പണിയായിരുന്നു. എത്താറായില്ലേ സജീവേട്ടാ? എത്താറായെന്ന് തോന്നുന്നു. ആവിട ഇതന്നെയായിരിക്കും. ഇത് തന്നെയാ. ഹരിയുടെ ഫോണിൽ ഞാൻ ഈ വീടിന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. പഴയ മോഡലിലുള്ള വീടാ. അവര് പുതുക്കി പണിതോളും. നീ വാ. അച്ചോട്ട, അവരെത്തി. രേണുകേ, രേണുകേ. വന്നട്ടെ, ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. വാസതിയമ്മേ, ഇതാരാ? അമ്മയുടെ പുറകെ നിൽക്കാതെ മുന്നിലേക്ക് വാ, ഒന്ന് കാണട്ടെ. സജീവേ, വാ 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 വാ. അകത്തോട്ടിരിക്കാം. ഞങ്ങൾ അന്ന് വീട്ടിൽ വന്നപ്പോ മോളെ കണ്ടില്ല. കൂട്ടുകാരുടെ കല്യാണം മാത്രം ഉണ്ടാ മതിയെന്നാ സതിയമ്മ പറഞ്ഞത്. അങ്ങനാണോ?
ഇരിക്കെ. ഞങ്ങൾ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. അടുക്കളയൊക്കെ പിന്നെ കാണാൻ സതിയമ്മേ. ഇവിടെ ശകലം നേരെ ഇരിക്കേ. സജീവ് ഇരിക്കും മോളെ. സജീവിരിക്കെ. വഴിയറിയാൻ ബുദ്ധിമുട്ടിയോ? ഇല്ല, ഹരിയോട് ഞാൻ നേരത്തെ തന്നെ റൂട്ട് വെച്ച് മനസ്സിലാക്കിയിരുന്നു. ഹരിപ്രസാദിനെ കണ്ടില്ലല്ലോ. ഒന്ന് വിളിച്ചേ രേണുകേ. അവനിവിടെ ഇല്ല. അമ്പലത്തിൽ വരെ പോയി. അവധിക്ക് വരുമ്പോ പോയി തൊഴുന്ന പതിവുണ്ടവന്. ഒരുപാട് ദൂരെയാണോ അമ്പലം? അടുത്താ. എന്താ മോക്ക് ഹരിയെ കാണാൻ ദുശായം തോന്നുന്നു? നിങ്ങൾ വരുന്ന കാര്യം ഹരി ഇതുവരെ അറിഞ്ഞിട്ടില്ല. സജീവ് അവനോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? സാറ് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിച്ചു പോലുമില്ല. ഞാൻ എന്നാ ചായ ഉണ്ടാക്കട്ടെ. നിക്ക്. ഹരിപ്രസാദ് വന്നിട്ട് മതി ചായ. അതിലൊരു സംഗതി ഉണ്ട്. മോള് വലിയ വാചകക്കാരിയാണെന്ന് സതിയമ്മ പറഞ്ഞിട്ട് ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്തു പറ്റി? ഇങ്ങോട്ട് വന്ന് കേറിയതല്ലേ ഉള്ളൂ രേണുകേ. ശകലം കഴിയട്ടെ, തുടങ്ങിക്കോളൂ. തുടങ്ങിയ പിന്നെ നിർത്താനാ പാട്. ആന്റി സുല്ലിട്ട് പിന്മാറേണ്ടി വരും. ഓ, വടക്കേ മുറ്റത്തൊരു ചാമ്പമരം നിപ്പുണ്ട് കേട്ടോ. ചാമ്പയ്ക്ക് ഉണ്ടോന്നറിയില്ല. ഇവിടെ ഒരു ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നല്ലോ രേണുകേ. ഇപ്പൊ അതില്ലേ? അത് ഉണങ്ങിപ്പോയോ? ഉണങ്ങിയിട്ടില്ല, പക്ഷെ വിളഞ്ഞു പഴുത്തിട്ടുണ്ടോന്ന് നോക്കണം. ഞാൻ നോക്കാം. നോക്കട്ടെ അമ്മേ. എളുപ്പം വരണം. അധികം അങ്ങോട്ടൊന്നും പോവല്ലേ? ഇല്ല. ഡേ, ചാമ്പമരത്തിൽ കയറാനും നിൽക്കണ്ട. ആട്ടെ, നമ്മുടെ ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം ശ്രുതിക്കറിയാവോ? ഞാൻ പറഞ്ഞു. എന്നിട്ട് ഒന്നും മിണ്ടിയില്ല. മൗനം സമ്മതം. അല്ല, സജീവ് എന്ത് പറയുന്നു? ശ്രുതിയുടെ ചേട്ടനാകുമ്പോ അഭിപ്രായം പ്രധാനമാണ്. ഹരിപ്രസാദിന്റെ അഭിപ്രായം കൂടെ ഒന്ന് അറിയട്ടെ. അതെന്താ സജീവന്റെ ശബ്ദത്തിനൊരു ഉറപ്പില്ലായ്മ പോലെ? ഒന്നുമില്ല. തേനില്ല, ഇനി വൈകിട്ടേ തേനാവൂ. എനിക്ക് പൊക്കൂലാഞ്ഞിട്ടല്ല കയ്യെത്താതിരുന്നത്. പൊക്കത്തിന് കുറവൊന്നുമില്ല ശ്രുതിക്ക്, ഉയരമില്ലാത്തത്. ഓ, ഞാൻ സഹിച്ചു. സഹിച്ചല്ലേ പറ്റൂ. മാഷെന്താ എന്നെ ഇവിടെ കണ്ടിട്ട് സർപ്രൈസ് ആവാത്തത്? താനെന്താ അന്യഗ്രഹ ജീവിയാണോ കാണുമ്പോ സർപ്രൈസ്ഡ് ആവാൻ? വീട്ടിലേക്കാരോ വന്നു എന്ന് ഞാൻ ജംഗ്ഷനിൽ വെച്ച് അറിഞ്ഞു. ലക്ഷണം പറഞ്ഞു കേട്ടപ്പോ നിങ്ങളാണെന്ന് മനസ്സിലായി. പിന്നെന്തിനാ സർപ്രൈസ്? നവാ. ഇവിടേക്ക് അമ്പലത്തിൽ പോകുന്നത് പറമ്പ് വഴിയാണോ? അല്ല, അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്നത് പറമ്പ് വഴിയാ. ഞാൻ എന്ത് ചോദിച്ചാലും മാഷ് ഇങ്ങനെയാ കളിയാക്കുന്ന മറുപടിയെ പറയൂ. അതിനൊരു വഴിയുണ്ട്, ഒന്ന് ചോദിക്കാതിരിക്കുക. അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. എനിക്ക് ആരോടെങ്കിലും എപ്പോഴും സംസാരിച്ചോണ്ടേയിരിക്കണം. അടുത്തിരിക്കുന്ന ആൾ ഇങ്ങോട്ടും വർത്താനം പറയണം. അതിനൊരു ചീവീടിനെ കല്യാണം കഴിച്ചാൽ മതി. എപ്പോഴും പാട്ടും കഥയും കേട്ടുകൊണ്ടിരിക്കാലോ. അമ്മ ഏതോ ഒരു ചീവിടിനെ കണ്ടുവച്ചിട്ടുണ്ട്. അധികം പാട്ടും കഥയും ഇല്ലാത്ത ആളാണെന്ന് അറിഞ്ഞത്. ആ പാവത്തിന് കാര്യം കഷ്ടമായല്ലോ. ഈ സ്ഥലം മുഴുവൻ മാഷിന്റെയാണോ? അച്ഛന്റെ വകെ. അപ്പോ അത് മാഷിന് കിട്ടുമല്ലോ. ഒറ്റ മോനല്ലേ? എന്നെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. എല്ലാം ഇല്ല, കുറച്ചൊക്കെ അറിയാം. അറിഞ്ഞത് വെച്ചിട്ട് ശ്രുതിയുടെ അഭിപ്രായത്തില് എനിക്ക് എത്ര മാർക്ക് വരെ ഇടാം? മാർക്ക് ഒരു പേപ്പറിന് ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതണമെന്ന എന്റെ അഭിപ്രായം. ഇംപ്രൂവ്മെന്റ് എക്സാമോ? അല്ലെങ്കിൽ വേണ്ട, ആ സബ്ജക്ട് ക്യാൻസൽ ചെയ്യാം. ശ്രുതി, മോളെ ശ്രുതി, ദേ അമ്മ വിളിക്കുന്നു. പഴമെടുത്ത് കഴിക്കു ശ്രുതി. നമ്മുടെ പറമ്പിലെ വാഴയിലുണ്ടായതാ. സതിയമ്മേ,
ശകലം കഴിയട്ടെ രേണുകെ. ചോറുണ്ടിട്ട് വയറ്റിൽ ഒട്ടും സ്ഥലമില്ല. ചായ കുടി ഊണും കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ രണ്ട് കുടുംബത്തിലും പെട്ട എല്ലാവരും ഇപ്പൊ ഇവിടെയുണ്ട്. ഒരു കാര്യം ആലോചിക്കാനായാലും തീരുമാനം എടുക്കാനായാലും വേറെ ആരെയും അന്വേഷിച്ച് പോകുകയും വേണ്ട. ഹരി, ഇന്നിവിടെ നടന്നത് ഒരു പെണ്ണ് കാണൽ ചടങ്ങാം.